ഇടുക്കിയിൽ വീട്ടമ്മമാരുടെ രേഖകൾ തട്ടിയെടുത്ത് വായ്പയെടുത്തതായി പരാതി. ചേലച്ചൂർ സ്വദേശികളായ 2 വീട്ടമ്മമാർ ജപ്തിയുടെ വക്കിലാണ്. JLG ഗ്രൂപ്പിന്റെ പേരിലെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ഇവർക്ക് ജപ്തി നോട്ടീസ് ലഭിച്ചത്. മറ്റൊരാളാണ് 4 ലക്ഷം രൂപ വായ്പയെടുത്ത് വിനിയോഗിച്ചതെന്നാണ് ഇരുവരും പറയുന്നത്. ചേലച്ചുവട് സ്വദേശിയായ സിൽവി എന്നയാൾ ജില്ലാ ബാങ്കിൽ നിന്നും JLG ഗ്രൂപ്പ് വഴി വായ്പയെടുത്ത് നൽകാമെന്നറിയിച്ചാണ് അനിതയെയും കുഞ്ഞമ്മയെയും സമീപിച്ചത്. തുടർന്ന് മറ്റു 2 പേരെ കൂടി ചേർത്ത് JLG ഗ്രൂപ്പ് രൂപീകരിച്ചതായി ധരിപ്പിച്ച രേഖകളുണ്ടാക്കി. വായ്പയെടുക്കാൻ ആവശ്യമായ രേഖകൾ കുഞ്ഞമ്മയിൽ നിന്നും അനിതയിൽ നിന്നും കൈക്കലാക്കി. ജില്ലാ ബാങ്കിൽ നിന്നും വായ്പയെടുത്തെങ്കിലും തുക മറ്റാർക്കും ഇവർ നൽകിയില്ല. പണം ലഭിച്ചില്ലെന്നും കാനറ ബാങ്കിൽ നിന്നും മറ്റൊരു ലോണിന് ശ്രമിക്കാമെന്നും പറഞ്ഞ് കഞ്ഞിക്കുഴിയിൽ വെച്ച് ഇതിനാവശ്യമായ രേഖകളിൽ ഇരുവരെയും കൊണ്ടും ഒപ്പിടിച്ചു. പിന്നീട് പണത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ലഭിച്ചില്ല എന്ന മറുപടിയാണ് സിൽവിയിൽ നിന്നുമുണ്ടായത്. തുടർന്ന് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ജപ്തി നോട്ടീസ് എത്തിയപ്പോഴാണ് ചതിയിൽപ്പെട്ട വിവരം ഇരുവരും അറിഞ്ഞത്. 2018 നവംബറില് ഇവര് കാനറ ബാങ്കിൽ നിന്ന് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് കബളിപ്പിച്ച് ലോൺ എടുപ്പിച്ചു. അപ്പൊ ലോൺ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈ പൈസയുടെ ജപ്തി നോട്ടീസ് ഞങ്ങൾക്ക് 4 വർഷം കഴിഞ്ഞപ്പം കഞ്ഞിക്കുഴി വില്ലേജിലാണ് വരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ കൊണ്ട് കോടതി മുഖാന്തരം കേസാക്കിയത്. തട്ടിപ്പിനിരയായ അനിത ചെറുതോണിയിൽ ചെറിയ കട നടത്തിയാണ് ഉപജീവനം നടത്തുന്നത്. കുഞ്ഞമ്മയാകട്ടെ ചേലച്ചുവട്ടിൽ കംഫർട്ട് സ്റ്റേഷൻ വാടകയ്ക്കെടുത്തും കുടുംബം പുലർത്തുന്നു. വലിയ തുക തിരിച്ചടയ്ക്കാൻ യാതൊരു മാർഗവുമില്ല എന്നാണ് ഇരുവരും പറയുന്നത്. ഞങ്ങൾക്ക് ജപ്തി ചെയ്യാൻ ഇതിലൊന്നുമില്ല. ഇത് വാടകയ്ക്ക് കിട്ടിയേക്കുന്ന ഒരു വീടാണ്. ഇത് വാടക കൊടുക്കാൻ പോലും നിവർത്തിയില്ല. വാടക അവർ ചോദിച്ചിട്ടില്ല. കാരണം ഇത് മൊത്തം നനയുന്നതായോണ്ട് പ്ലാസ്റ്റിക്കും വഴിയോരത്തുനിന്ന് ഫ്ലക്സ് പറിച്ചിക്കൊണ്ട് വന്നിട്ട് കെട്ടിവെച്ചേക്കുക. അങ്ങനെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. പിന്നെ അങ്ങനെ ഇത് ഇവരടയ്ക്കണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ ബാങ്കിന് തന്നെ പോയി ആത്മഹത്യ ചെയ്യുള്ളൂ. അല്ലാതെ എനിക്കൊരു മാർഗവും ഇല്ല. ഭർത്താവ് അറ്റാക്ക് കാരണം കിട്ടാത്ത വായ്പയ്ക്ക് ജപ്തി നോട്ടീസ് ലഭിച്ചതോടെ സിൽവിയെ സമീപിച്ചെങ്കിലും കൃത്യമായ മറുപടി നൽകാൻ ഇവർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും ഇവർ പറയുന്നു. തട്ടിപ്പിനിരയായ വീട്ടമ്മമാർ സംഭവത്തിൽ DGP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ജനം, ഇടുക്കി.